വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അതായത് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, ഇവയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് ഇവ. സിമ്പിൾ സെൻറ്റൻസ്. It consists of one main clause with a phrase, consists only one finite verb. അതായത് സിമ്പിൾ സെൻറ്റൻസിൽ ഒരേ ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്രേസ് കാണപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഓൺലി വൺ ഫൈനൈറ്റ് വെർബ് മാത്രമേ സിമ്പിൾ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള പോയിന്റാണ്. എന്താണ് ഫൈനൈറ്റ് വെർബ്? നമുക്ക് ടെൻസ് കാണിച്ചു തരുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഫോളോ ചെയ്യുന്ന വെർബിന് പറയുന്ന പേരാണ് ഫൈനൈറ്റ് വെർബ്. അതുപോലെ തന്നെ ഓൺലി വൺ മെയിൻ ക്ലോസ്, ഫ്രേസുകൾ ചില സമയം കാണപ്പെടും. ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. ദ ഗേൾ റാൻ അവേ, ഇതിൽ സബ്ജക്റ്റ് വെർബ്, ഒരേ ഒരു ഫൈനൈറ്റ് വെർബ് റാൻ. രാകേഷ് ഈസ് ഹെൽത്തി, അതിലും ഒരേ ഒരു ഫൈനൈറ്റ് വെർബ് തന്നെ ഉള്ളൂ, സബ്ജക്റ്റ് ഉണ്ട്, അതർ ഇൻഫർമേഷൻ ഉണ്ട്, ഹെൽത്തി എന്നൊക്കെ ഉണ്ട്. നീന സ്റ്റഡീസ് വെൽ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമാണോ എന്നുള്ളതാണ് സിമ്പിൾ സെന്റൻസിന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നീന സ്റ്റഡീസ് വെൽ എന്നുള്ളതിൽ സ്റ്റഡീസ് എന്നുള്ളത് ഫൈനൈറ്റ് വെർബാണ്, പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു. ഇനി ഡ്യൂ ടു ബന്ദ് ദ ഷോപ്സ് റിമൈൻ ക്ലോസ്ഡ്, ഈ സെന്റൻസും സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. ഇതിൽ ഡ്യൂ ടു ബന്ദ് എന്നുള്ളത് ഫ്രേസ് ആണ്. ഫ്രേസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് ഫൈനൈറ്റ് വെർബ്. ഫൈനൈറ്റ് വെർബ് ഉണ്ടാവില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മാത്രം ഉള്ളതാണ് ഫ്രേസ്. ക്ലോസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ ഫൈനൈറ്റ് വെർബ് ഇൻ ഇറ്റ്. അതിൽ ഫൈനൈറ്റ് വെർബ് ഉണ്ടാവും, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഒക്കെ കാണും ക്ലോസിൽ. പക്ഷെ ഫ്രേസ് അങ്ങനെയല്ല, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പക്ഷേ ഫൈനൈറ്റ് വെർബ് ഇല്ലാത്തവ. ഡ്യൂ ടു ബന്ദ് എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. ദ ഷോപ്സ് റിമൈൻ ക്ലോസ്ഡ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസിൽ ഒരേ ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. അത് ഏതാണത്? റിമൈൻഡ് എന്ന് കാണിച്ചു തരുന്നു. അത് പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. ഡ്യൂ ടു ഹെവി റെയിൻ ദ മാച്ച് വാസ് ക്യാൻസൽഡ്, ഇതും ഒരു സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. വാസ് എന്നുള്ള ഒരേ ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഈ സെന്റൻസിലുള്ളൂ. ഡ്യൂ ടു ഹെവി റെയിൻ എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. അപ്പൊ അത് നന്നായി മനസ്സിലാക്കുക സിമ്പിൾ സെന്റൻസിനെ കുറിച്ച് അറിയുമ്പോൾ. കോമ്പൗണ്ട് സെന്റൻസ്. It consists two or more main clauses joined with a coordinating conjunction. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അഥവാ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ടാവും, രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിച്ച് എഴുതിയിട്ടുണ്ടാവും. ഈ കോർഡിനേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് സിമ്പിൾ സെന്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് മെയിൻ ക്ലോസിന് ചേർത്ത് എഴുതുന്നത്. മെജോറിറ്റി ഉപയോഗിക്കപ്പെടുന്നത് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന അതിലത്തെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കോർഡിനേറ്റർ ആണ്. ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ തുടങ്ങിയവ. വേറെയും ഉപയോഗിക്കാം, പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇവയാണ്. ഹീസ് പുവർ യെറ്റ് ഹീസ് വെരി ഹെൽപ്ഫുൾ. ഇവിടെ ഹീസ് പുവർ എന്നുള്ളത് ഒരു മെയിൻ ക്ലോസ്, ഹീസ് വെരി ഹെൽപ്ഫുൾ എന്നുള്ളത് വേറൊരു മെയിൻ ക്ലോസ്. യെറ്റ് എന്നുള്ള കോർഡിനേറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. രാകേഷ് ഈസ് ഹെൽത്തി ആൻഡ് ഹീസ് വെരി ആക്റ്റീവ്. ഇവിടെ അതുപോലെ തന്നെ ആൻഡ് എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സിമ്പിൾ സെന്റൻസുകളെ അഥവാ രണ്ട് മെയിൻ ക്ലോസിനെ ചേർത്ത് എഴുതിക്കൊണ്ട് കോമ്പൗണ്ട് സെന്റൻസ് എഴുതി. ദർ വാസ് എ ബന്ദ് ആൻഡ് സോ ദ ഷോപ്സ് റിമൈൻ ക്ലോസ്ഡ്. ഇവിടെ ആൻഡ് സോ എന്ന് വരാൻ കാരണം റീസൺ പറയുന്നത് കൊണ്ടാണ് ആൻഡ് സോ എന്ന് ചേർത്തിരിക്കുന്നത്. ദർ വാസ് എ ബന്ദ്, അതുകൊണ്ടാണ്, ബന്ദ് ഉള്ളത് കൊണ്ടാണ് കടകൾ അടഞ്ഞു കിടക്കുന്നത്. ഗിവ് മീ ദ ബുക്ക് ആൻഡ് ഐ വിൽ റീഡ് ഇറ്റ്. ഇവിടെയും ഒരു ഇംപറാറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് ഗിവ് എന്നുള്ള V1 തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ഐ വിൽ റീഡ് ഇറ്റ്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസിലും ഓരോ ക്ലോസിലും ഓരോ ഫൈനൈറ്റ് വെർബ് ഉണ്ടാവും. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചേർത്ത് എഴുതിയിട്ടുണ്ടാവുക. കോംപ്ലക്സ് സെന്റൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് എ മെയിൻ ക്ലോസ് ആൻഡ് അറ്റ് ലീസ്റ്റ് വൺ സബോർഡിനേറ്റ് ക്ലോസ് ലിങ്ക്ഡ് ബൈ എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആഫ്റ്റർ, ഈഫ്, വെൻ, ആൾദോ, സിൻസ്, ആസ് തുടങ്ങിയവ. അപ്പൊ കോംപ്ലക്സ് സെന്റൻസിൽ മെയിൻ ക്ലോസിന് പുറമെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഉണ്ടാവുക. അവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. കോമ്പൗണ്ട് സെന്റൻസിൽ കോർഡിനേറ്റേഴ്സ് ഏതായിരുന്നു? ഫാൻ ബോയ്സ് എന്നറിയപ്പെടുന്ന ആ മെയിൻ ആയിട്ടുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇവിടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ടാണ് കോംപ്ലക്സ് സെന്റൻസ് തുടങ്ങുന്നത്. കോംപ്ലക്സ് സെന്റൻസിലത്തെ സബോർഡിനേറ്റ് ക്ലോസ് തുടങ്ങുന്നത്. The thief ran away as soon as he saw the police.
ഇവിടെ ആസ് സൂൺ ആസ് ഹി സോ ദ പോലീസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അത് തുടങ്ങിയിരിക്കുന്നത് ആസ് സൂൺ ആസ് എന്നുള്ള ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പൊ ഈ കോംപ്ലക്സ് സെന്റൻസുകളിൽ മെയിൻ ക്ലോസിന് പുറമെ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. രാകേഷ് ഈസ് ഹെൽത്തി, അത് മെയിൻ ക്ലോസ്. ബിക്കോസ് ഹി എക്സർസൈസസ് എവറി ഡേ, അത് സബോർഡിനേറ്റ് ക്ലോസ്. ആസ് ദർ വാസ് ഹെവി റെയിൻ, അതൊരു സബോർഡിനേറ്റ് ക്ലോസ്. ദ മാച്ച് വാസ് ക്യാൻസൽഡ്, അത് മെയിൻ ക്ലോസ്. ഇഫ് ഹി ഈസ് അറ്റ് ഹോം, അതൊരു സബോർഡിനേറ്റ് ക്ലോസ്. ഐ വിൽ മീറ്റ് ഹിം, അത് മെയിൻ ക്ലോസ്. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസും കാണപ്പെടും കോംപ്ലക്സ് സെന്റൻസിൽ. എന്നാൽ കോമ്പൗണ്ട് സെന്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് ഇല്ല, മെയിൻ ക്ലോസുകൾ മാത്രം. പക്ഷെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് യോജിച്ചെഴുതുന്നു. ആ ഒരു പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസിന് എഴുതുന്നു. റിലേറ്റീവ് പ്രൊനൗണും കൂടി ഉപയോഗിക്കും. ഈ സെന്റൻസുകളൊക്കെ നോക്കുക. ഐ സോ എ വൂണ്ടഡ് ടൈഗർ, ഞാനൊരു മുറിവേറ്റ ടൈഗറിനെ കണ്ടു എന്നാ പറയുന്നത്. അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം ഒരേ ഒരു മെയിൻ ക്ലോസ് തന്നെ ഉള്ളൂ. ഫൈനൈറ്റ് വെർബ് ഒന്നുള്ളൂ. സോ അത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. ഐ സോ എ ടൈഗർ ആൻഡ് ഇറ്റ് വാസ് വൂണ്ടഡ്, ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി. കാരണം രണ്ട് മെയിൻ ക്ലോസുകളുണ്ട്, ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. രണ്ട് ഫൈനൈറ്റ് വെർബും ഉണ്ട് ഓരോ ക്ലോസിലും, സോ എന്നുള്ളതും വാസ് എന്നുള്ളതും. ഐ സോ എ ടൈഗർ ദാറ്റ് വാസ് വൂണ്ടഡ്, അത് കോംപ്ലക്സ് ആയി മാറി. കാരണം അതിലൊരു സബോർഡിനേറ്റ് ക്ലോസും കൂടി ഉണ്ട്, ദാറ്റ് വാസ് വൂണ്ടഡ്. അതൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ടിലേക്കും കോംപ്ലക്സിലേക്കും മാറ്റാൻ അറിയണം. വൂണ്ടഡ് ടൈഗർ എന്നുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് വേറൊരു ക്ലോസ് ആക്കി മാറ്റി എഴുതിയിരിക്കുന്നത്. ഒന്നില് ഒരു മെയിൻ ക്ലോസും ഒന്നിലൊരു സബോർഡിനേറ്റ് ക്ലോസും. വൂണ്ടഡ് ടൈഗറിനെ കോമ്പൗണ്ട് സെന്റൻസിൽ എന്താക്കി മാറ്റി? ഇറ്റ് വാസ് വൂണ്ടഡ്. കോംപ്ലക്സിൽ ദാറ്റ് വാസ് വൂണ്ടഡ്. റാണി ഈസ് ടു പുവർ ടു ബൈ എ ന്യൂ ബാഗ്. ഇവിടെ റാണി വളരെ പൂവറാണ്, അവൾക്ക് പുതിയ ബാഗ് ഒന്നും വാങ്ങിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത്രയും പാവമാണെന്നാ പറയണത് റാണി. അപ്പൊ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം ഈസ് എന്നുള്ള ഒരേ ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളൂ. റാണി ഈസ് വെരി പുവർ ആൻഡ് ഷീ കനോട്ട് ബൈ എ ന്യൂ ബാഗ് എന്നുള്ളത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി. രണ്ട് മെയിൻ ക്ലോസിന് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. റാണി ഈസ് വെരി പുവർ അല്ലെങ്കിൽ സോ പുവർ എന്നും എഴുതാം. ദാറ്റ് ഷീ കനോട്ട് ബൈ എ ന്യൂ ബാഗ്, ദാറ്റ് ഷീ കനോട്ട് ബൈ എ ന്യൂ ബാഗ് എന്ന് പറയുമ്പോഴേക്കും അത് സബോർഡിനേറ്റ് ക്ലോസ് ആയി മാറി. അപ്പൊ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സബോർഡിനേറ്റ് ക്ലോസ് തുടങ്ങുക. കോമ്പൗണ്ട് സെന്റൻസിൽ കോർഡിനേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ഈ സെന്റൻസ് നോക്കുക. ആസ് ഷീ ഈസ് റിച്ച് ഷീ ഹെൽപ്സ് അതേഴ്സ്. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. കാരണം ആസ് ഷീ ഈസ് റിച്ച് എന്നുള്ളത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഷീ ഹെൽപ്സ് അതേഴ്സ് എന്നുള്ളത് മെയിൻ ക്ലോസും. ഷീ ഈസ് റിച്ച് ആൻഡ് സോ ഷീ ഹെൽപ്സ് അതേഴ്സ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ആയി. ആൻഡ് സോ എന്നൊക്കെ വരാൻ കാരണം അത് ഒരു റീസൺ പറയുന്നത് കൊണ്ടാണ്. അവൾ റിച്ച് ആയതുകൊണ്ടാണ് അവൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് സോ ആയതുകൊണ്ട്. അപ്പൊ ഇതിനെ സിമ്പിൾ സെന്റൻസിലേക്ക് ആക്കുമ്പോഴേക്കും അവിടെ ഒരേ ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ മാറ്റും? ആസ് ഷീ ഈസ് റിച്ച് എന്നുള്ളതിനെ നമുക്ക് ഫ്രേസ് ആക്കി മാറ്റണം. ഷീ ഹെൽപ്സ് അതേഴ്സ് എന്നുള്ളത് അങ്ങനെ തന്നെ നിലനിർത്തണം. ബീയിങ് റിച്ച്, അവൾ റിച്ച് എന്നുള്ള ആ ഒരു പൊസിഷനിലായതുകൊണ്ട്, റിച്ച് ആയതുകൊണ്ട് അവൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സിമ്പിൾ സെന്റൻസ് ആയി. മനു പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ഇന്റലിജന്റ്. മനു പ്രൂവ്ഡ് എന്നുള്ളത് മെയിൻ ക്ലോസും ദാറ്റ് ഹി വാസ് ഇന്റലിജന്റ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. എന്നാൽ കോമ്പൗണ്ട് സെന്റൻസ് എങ്ങനെയാ വരുന്നത്? മനു വാസ് ഇന്റലിജന്റ് ആൻഡ് ഹി പ്രൂവ്ഡ് ഇറ്റ്. ഇത് കോമ്പൗണ്ട് സെന്റൻസ്. കാരണം രണ്ട് മെയിൻ ക്ലോസിനെ ഒരു കോർഡിനേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് എഴുതിയിരിക്കുന്നു. കോംപ്ലക്സിൽ എന്ത് വേണം? സബോർഡിനേറ്റ് ക്ലോസ് വേണം. അതേതാണത്? ദാറ്റ് ഹി വാസ് ഇന്റലിജന്റ്. അപ്പൊ ഇതിനെ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും നോക്കാം. ഇന്റലിജന്റ് എന്നുള്ള അഡ്വർബിനെ ഇന്റലിജൻസ് എന്നുള്ള നൗണിലേക്ക് മാറ്റി. അവൻ അവന്റെ ബുദ്ധി തെളിയിച്ചു. അപ്പൊ ഒരേ ഒരു ഫൈനൈറ്റ് വെർബ്, ഏതാണത്? പ്രൂവ്ഡ്. അപ്പൊ ഇങ്ങനെയാണ്
ഓരോ സെൻറ്റൻസുകൾ മാറ്റേണ്ടത്.